മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ഫാഷൻ ഐക്കൺ സീസൺ. കാരണം എനിക്ക് കൊച്ചിനെ വെച്ചോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ഇങ്ങോട്ട് പോകുന്നു. മേക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് ഡ്രേപ്പ് ചെയ്യാൻ ആളില്ല, സ്റ്റൈലിസ്റ്റ് ഇല്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു റാമ്പ് കാണുന്നത് ഇന്നാണ്. ഇന്ന് നമുക്ക് എന്ത് ഹാപ്പി ന്യൂസാ പറയാനുള്ളത്? നമുക്ക് അപ്പയൊന്ന് കാണിച്ചു കൊടുത്താലോ എല്ലാവർക്കും? അപ്പ ഇന്ന് എന്താ ടൈറ്റിൽ അടിച്ചേ? മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ഫാഷൻ ഐക്കൺ സീസൺ 2 വിൻ ചെയ്തല്ലേ? അല്ലേ? അമ്മ സോ ഹാപ്പിയാണ്. നോക്കിക്കേ, വാ, നമ്മള് 3 പേരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? എനിക്കിത് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഇതുപോലെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ തോന്നുന്നേ ടൈറ്റിൽ വിന്നറിന്? എന്താ അയ്യോ, എന്താടാ? ഒരു മിനിറ്റ്. രുക്കു ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. അവള് ഇത്രയും നേരമായിട്ട് നമ്മുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാനും ആകെ ടയേർഡാണ്. ബിജോയുടെ കൂടെ ഫുള്ള് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ ഓട്ടമായിരുന്നു. ശരിക്കും ഓട്ടമായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അവരെ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത്. കാരണം ഒരു ലാസ്റ്റ് മിനിറ്റ് ഓട്ടം ഉണ്ടായിരുന്നു. ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് എന്ന് വെച്ചാൽ വേറെ ഇഷ്യൂസ് ഒന്നുമല്ല. എന്റെ ഫാദർ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി. നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് ഡൗൺ ആയിരുന്നു. ലൈക്ക് ഈ ഒരു പേഷ്യന്റിന് ഇറങ്ങണോ വേണ്ടയോന്ന് തന്നെ ഡൗട്ടിലായിരുന്നു നമ്മള്. അമ്മയുടെ കമ്മലൊക്കെ ഊരി കളഞ്ഞിരിക്കും. ഇറങ്ങണോ വേണ്ടെന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു നമ്മള്. പക്ഷെ എന്തായാലും ബിജോ ഒരു സ്റ്റേജിൽ ഇതുപോലെ വന്ന് ഒരു പ്രൈസ് വിൻ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു റാമ്പ് കാണുന്നത് ഇന്നാണ്. അത് കരസ്ഥമാക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷത്തിലാണിത്. അപ്പം ലാസ്റ്റ് മിനിറ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അവരെയൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടും കൂടെയാണ് ഈ വീഡിയോ ചെയ്തത്. ലൈക്ക് ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോയി. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഫാമിലിയില് ബ്രദറും സിസ്റ്ററും ഫ്രണ്ട്സും ബ്രദറും ഒക്കെ ഹെൽപ്പ് ചെയ്തു. ബ്രദർ ജിജോ, ജിസ, പിന്നെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. പിന്നീട് ലൈക്ക് നമുക്ക് ബിജോയുടെ ഫസ്റ്റ് റൗണ്ടിൽ ട്രഡീഷണൽ അറ്റയർ ആക്ച്വലി സെറ്റ് ആയിട്ടില്ലായിരുന്നു. തലേ ദിവസം ബിജോ ഗ്രൂമിങ്ങിന് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കല്യാൺ സിൽക്സ് ഒരെണ്ണം നമ്മൾ പോയി നോക്കി വെച്ചു. പക്ഷെ അത് യൂസ് ചെയ്യാവോ പറ്റത്തില്ല എന്നുള്ള കൺഫ്യൂഷനിൽ എടുത്തില്ല. തലേന്നായപ്പോഴത്തേക്ക് ആ ടൈമിൽ പോയി എടുക്കാന്ന് വിചാരിച്ചപ്പോ ടൈമും കിട്ടിയില്ല. അറൌണ്ട് 8:30 9 o'clock വരെ എനിക്ക് ഗ്രൂമിങ് സെഷൻ നടക്കുമായിരുന്നു. രാവിലെ 6 മണിക്ക്. അപ്പം ടെക്സ്റ്റൈൽസ് അടച്ചു പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഓർത്ത് എം എൽ ഉണ്ടല്ലോ അവനെ വിളിക്കാമെന്ന് ഓർത്തു. അവൻ അപ്പൊ തന്നെ പറഞ്ഞു, ചേച്ചി അതിനെന്താ ഞാനിപ്പോ വരാമല്ലോ, കാരണം എനിക്ക് കൊച്ചിനെ വെച്ചോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ഇങ്ങോട്ട് പോകുന്നു. വരയ്ക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം താങ്ക് യു. അപ്പൊ അവൻ എന്നെ വന്ന് ആ സമയത്ത് ഹെൽപ്പ് ചെയ്തോണ്ട് ആ കോസ്റ്റ്യൂം സെറ്റായി. രാവിലെ 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ബിജോ ഇറങ്ങി എല്ലാം പാക്ക് ചെയ്തിട്ട്. എന്ത് ചെയ്യുന്നു ചോദിച്ചു, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വേഗം വീട്ടിലേക്ക് വാ, ഇവിടുന്ന് ഡ്രൈപ്പ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് 10 മിനിറ്റേ ഉള്ളൂ വീടും പിന്നെ ഹൈവേ ഗാർഡനിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം രുക്കു ഒരു സൈഡിലുണ്ട്, അവൾ അലമ്പാക്കുന്നുണ്ട് രാവിലെ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ ശ്വാസം പിടിച്ച് ടെൻഷനാണല്ലോ, കോമ്പറ്റീഷനല്ലേ. അങ്ങനെ നമ്മൾ വേഗം ചെയ്തിട്ട് രുക്കുവിനെ ഡേ കെയറിലും വിട്ട് ഡേ കെയറിൽ മാം വന്ന് പിക്ക് ചെയ്തോളെ. പിന്നീട് നമ്മൾ സ്കൂട്ടറിന് കോസ്റ്റ്യൂമിലാണ് അങ്ങോട്ടേക്ക് പോയത്. ഓൺ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. 9 o'clock ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ഹറി സാധനങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഷൂസ് ആണെങ്കിലും നാട്ടിലായിപ്പോയി. ഇത് നാട്ടിൽ നിന്ന് ജിസ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആൻഡ് ബ്രദർ, അവരാണ് അയച്ചു തന്നത്. താങ്ക്സ്. പിന്നീട് അത് കളക്ട് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പോർട്ടർ യൂസ് ചെയ്തു. ഇവിടെ പോർട്ടർ ഉള്ളതുകൊണ്ട് റിയലി താങ്ക്ഫുൾ. പോർട്ടർ ആക്ച്വലി നമ്മൾ കുറേ യൂസ് ചെയ്തു മീൻസ് അതായത് ട്രഡീഷണൽ അറ്റയറിന് ഇടാനുള്ള ബാംഗിൾസും ഞാൻ അതിന്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഒരു റോയൽ ലുക്കിലൊക്കെ ഇറങ്ങാനായിട്ടാണ് വിചാരിച്ചത്. അപ്പൊ ആ രീതിയിൽ ഒരു ഗോൾഡൻ ബാംഗിൾസ് ഒന്നും നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റിലായിരുന്നു. ഇറങ്ങണോ വേണ്ടേ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇരുന്നത്.
അതും അക്ഷരയുടെ ഒരു ഫ്രണ്ട് പെട്ടെന്നാണ് ഓർക്കുന്ന ഒരു ഡാൻസർ ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ വളയൊന്നും ബിജോയ്ക്ക് ഇടാൻ പറ്റില്ല, അങ്ങനെ സെന്നിനെ വിളിച്ച് പറഞ്ഞു. സെൻ രാവിലെ അതും പോർട്ടർ ചെയ്ത് തന്നു. അങ്ങനെ എനിക്കതൊരു വലിയ ഹെൽപ്പ്. ടീമുമായിട്ടും ഒത്തിരി കടപ്പാടുണ്ട്. പിന്നെ സെന്നിന് താങ്ക്സ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് റുക്കുനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതൊരു വലിയ ടാസ്ക് ആണ്. ഞാൻ 2 വയസ്സുള്ള കുട്ടിയാണ്, വികൃതി ഏറെ കൂടുതലാണ്. കാരണം അവളെ ആ ഒരു റാമ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ബിജോയുടെ കൂടെ ഫുൾ സപ്പോർട്ടീവായിട്ട് നിൽക്കണം. സൺഡേ ആയിട്ട് പോലും ഡേ കെയറില് അവളെ നോക്കാമെന്ന് പറഞ്ഞ നീതു മാം വെരി താങ്ക്സ്. കാരണം സൺഡേ ഹോളിഡേ ആണ്, ഡേ കെയറിലില്ല, ഡേ കെയർ വർക്കിംഗ് അല്ല. അപ്പം മാം പറഞ്ഞു, എടാ നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നീ കൊച്ചിനെയും കൊണ്ടുപോരാ. ഞാൻ പറഞ്ഞു മാം എനിക്കത് വിഷമമുണ്ട്, കാരണം എപ്പോഴാണ് ഈ പ്രോഗ്രാം ഇവന്റ് കഴിയുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു രാത്രി ആയാലും അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂടാ, അവളെ ഞാൻ സുരക്ഷിതമായിട്ട് അവളെ നോക്കിക്കോളാം, നീ ഡോൺ വറി, അവളെ കൊണ്ടുവിട്, നമുക്ക് ഒരു കുഴപ്പമില്ല, അവളിവിടെ ഓക്കെയാണ്, സെറ്റാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നത് മാമാണ്. അപ്പം നീതു മാമിനും ഭയങ്കര ഒരു അവൾ അങ്ങനെ അതില്ലായിരുന്നെങ്കിൽ, ഇവരാരും ഇല്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും പോസിബിൾ അല്ല. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടും അതും താങ്ക്സ് പറയണം. കാരണം സോക്സ് എടുക്കാൻ മറന്നുപോയ എനിക്ക് ഇൻസ്റ്റാമാർട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സോക്സ് ഒരെണ്ണം കിട്ടി. അങ്ങനെ നമ്മൾ കുറെ ഓടി 2 ദിവസം ആണ് നമുക്ക് കിട്ടിയത്. നമ്മള് നാട്ടിലായിരുന്നു, പപ്പയുടെ അടുത്തായിരുന്നു. അപ്പൊ ഈ ഒരു 2 ദിവസം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഫുള്ള് സെറ്റ് ആക്കി എടുത്തത്. ശരിക്കും ഞാൻ പറയാൻ വന്ന എന്താ വെച്ചാൽ പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു ഡ്യൂറോൺ, ട്രിവാൻഡ്രത്തുള്ള ഡ്യൂറോൺ എന്ന് പറയുന്ന സ്യൂട്ട് മേക്കേഴ്സ്. അവരാണ് എനിക്ക് എൻ്റെ ഈ സ്യൂട്ട് 2 വർഷം മുന്നേ എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത സ്യൂട്ടാണ്. എനിക്കത് ഇപ്പോൾ ഈ ഒരു ഇറങ്ങുന്ന സമയത്ത് എനിക്കത് ലോഹ പോലെയായിരുന്നു. ഞാൻ അവർക്ക് കൊടുത്ത് അവരെനിക്ക് രാവിലെ ഞാൻ അവരെ ഏൽപ്പിച്ചു, വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു. അവർക്ക് ഞാൻ കുറെ പ്ലീസ് പറഞ്ഞു, ഇന്ന് ചെയ്യണം അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ശരി, അവര് കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ട്. കറണ്ട് പോയി സത്യം. പിന്നെന്താ, പിന്നെ അങ്ങനെ ഒത്തിരി 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 ആൾക്കാരെ നമ്മളെ ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അവരറിഞ്ഞോ അറിയാതെ ആയിരിക്കും, നമുക്ക് എന്തായാലും ടൈറ്റിൽ വിൻ ചെയ്തു. ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് ഡിസിപ്ലിൻ ആൻഡ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ബിജോയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബിജോ കംപ്ലീറ്റ്ലി ഫിയർലെസ് ആയിരുന്നു. സീരിയസ്ലി താങ്ക്സ് പറയാനുള്ളത് എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന എയ്ഡ്സൺ ഗ്രൂപ്പിനോടാണ്. പിന്നെ എന്നെ ഗ്രൂം ചെയ്ത വ്യക്തിയായ വിസാഖ് ബ്രോ, പിന്നെ അതെ അല്ലാതെ ഒരു ഗ്രൂമിങ്ങിന് മിൻഹാസ് ബ്രോ, ഇവരൊക്കെയാണ് ശരിക്കും നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നത്. അപ്പം ആ ഒരു ഗ്രൂമിംഗ് ഒക്കെ ഈ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയി. അതിപ്പോ അതുള്ളത് കൊണ്ട് എനിക്ക് സ്റ്റേജിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി, എന്റെ വാക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. ജിമ്മായി പോയത് കൊണ്ട് ഇച്ചിരി ലാബ്സ് ഒക്കെ കാണിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി നോർമൽ വാക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അതിനെത്തിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ഇവർ 2 പേരാണ്. ഒന്ന് വിസാഖ് ബ്രോയും പിന്നെ മിൻഹാസും. അവർക്കും വലിയൊരു താങ്ക്സ്. പിന്നെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി, സപ്പോർട്ടീവ് ആയിരുന്നു. അവരും ഒത്തിരി അവരുടെ സൈഡിൽ നിന്നും നമുക്ക് ഒരുപാട് ഹെൽപ്പും സപ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ അവരെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. ഹാർഡ് വർക്കും സ്ട്രഗിളും എല്ലാം കൊണ്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇനിയും നമ്മൾ നമ്മുടെ പാരൻസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വെൽ വിഷേഴ്സിനും ഒക്കെ ഒത്തിരി താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much.